നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ അഭിനന്ദനം 2024 പെരിങ്ങോട്ടുകര ജാനകി കോംപ്ലക്സിൽ നടത്തി. താനൂം പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്നും SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയും MBBS നേടിയ വിദ്യാർത്ഥികളെയും നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും അനുമോദിച്ചു. പ്രാദേശിക പത്രപ്രവർത്തകരായ സായു തൃപ്രയാർ, ഷാജു കാരമുക്ക്, മണികണ്ഠൻ കുറുപ്പത്ത്, EC അനിൽ, സുബ്രൻ അന്തിക്കാട്, അഭിഷേക്, അരുൺ ശശി, റിജു കണക്കന്തര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ ഡോക്ടർ വിഷ്ണു നെഹ്റു സ്റ്റഡി സെന്ററിന് കൈമാറിയ വീൽചെയർ പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഏറ്റുവാങ്ങി. നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആന്റോ തൊറേൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം കൊളുത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അനുമോദന സദസ്സ് താനൂം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, മണപ്പുറം സമീക്ഷ വൈസ് ചെയർമാൻ MB സജീവൻ, KMCC സംസ്ഥാന ജോയിന്റ് കൺവീനർ MK ചന്ദ്രൻ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ CT ജോസ് എന്നിവർ സംസാരിച്ചു. സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, നിസാർ കുമ്മക്കണ്ടത്ത്, ഹരിദാസൻ ചെമ്മാപ്പള്ളി, ജഗദീഷ് വാളമുക്ക്, പോൾ പുലിക്കോട്ടിൽ, സിദ്ദിഖ് കൊളത്തേക്കാട്ട്, ഗീതാദാസ്, വില്ലി പട്ടത്താനം എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ജീവിതം ഏത് സബ്ജക്റ്റ് എടുത്ത് പഠിക്കണം എന്നുള്ളത് എല്ലാ കുട്ടികളും നമ്മൾ ആദ്യമൊക്കെ രക്ഷിതാക്കൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ ഏത് വിഷയം പഠിപ്പിക്കണം അല്ലെങ്കിൽ ഏത് കോളേജിൽ ചേർക്കണം, എന്ത് പഠിക്കണം എന്നുള്ള രക്ഷിതാക്കളാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ കുട്ടികൾ തന്നെ തീരുമാനിക്കും. അവർ കൂട്ടുകാരുകളുമൊത്ത് ഏതാണ് തങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയം അല്ലെങ്കിൽ ഏത് കോളേജിലാണ് പഠിക്കാൻ ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ സ്കൂളുകളിലാണെങ്കിൽ അവർ തന്നെ അത് തിരഞ്ഞെടുത്ത് അതിന് വേണ്ട അപേക്ഷകളൊക്കെ കൊടുക്കലും അവർ തന്നെ ചെയ്യും. ആദ്യമൊക്കെ നമ്മൾ ഞങ്ങളുടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവരുടെ ഒപ്പം പോയി അവർക്കുള്ള ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുക്കലും എല്ലാ കാര്യങ്ങളും നമ്മൾ രക്ഷിതാക്കളാണ് ചെയ്തിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ കുട്ടികൾ തന്നെയാണ് അവർക്ക് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് കോളേജിലാണെന്നുള്ളത് അവർ തന്നെ തിരഞ്ഞെടുക്കുകയും അവർ തന്നെ ചേരാനുള്ള ഇപ്പോൾ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ Google Pay ചെയ്തുകൊണ്ട് അപ്പോൾ രക്ഷിതാക്കളുടെ ഒന്നും